ഹായ് ഫ്രണ്ട്സ്, ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. കാടമുട്ട റോസ്റ്റാണ് ഉണ്ടാക്കുന്നത്. അപ്പത്തിനും ചപ്പാത്തിക്കും എല്ലാത്തിനും നല്ലൊരു സൈഡ് ഡിഷാണ് കേട്ടോ. ചൂടായ ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് 1 സ്പൂണ് പെരിഞ്ജീരകം ഇട്ടിട്ടുണ്ട്. അതിന് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ സവാള 2 വലിയ സവാള എടുത്തിട്ടുണ്ട്, ചെറുതാക്കി അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ എരിവിന് വേണ്ടിയിട്ട് 2 പച്ചമുളക് ചേർക്കുന്നുണ്ട്, ചെറുതായിട്ട് അരിഞ്ഞിട്ട് 2 പച്ചമുളക് നന്നായിട്ട് വഴറ്റുക. പെട്ടെന്ന് ബ്രൗൺ കളറായി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ഇളക്കി ബ്രൗൺ കളർ ആവുന്നത് വരെ വഴറ്റിയെടുക്കണം. പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് പൊടികളാണ്. കുരുമുളക് പൊടി 2 സ്പൂണ്, പിന്നെ മഞ്ഞൾപ്പൊടി 1/2 സ്പൂണ്, പിന്നെ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്, പിന്നെ 1/2 സ്പൂണ് ഗരം മസാല ചേർക്കുന്നുണ്ട്. ഇതിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നില്ല, പകരം എരിവിന് കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. മസാലകളൊക്കെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി മസാലയുടെ പച്ചമണം മാറുന്നവരെ ഇളക്കുന്നുണ്ട്. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം പുളിക്ക് വേണ്ടിയിട്ട് 1 വലിയ തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ശേഷം നന്നായിട്ട് ഇളക്കി എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് തക്കാളിയുടെയും പച്ചമണം മാറുന്നവരെ നന്നായിട്ട് വഴറ്റി കൊടുക്കും. കുരുമുളകിൻ്റെയും പച്ചമുളകിൻ്റെ എരിവ് ആവുമ്പോൾ തന്നെ കറിക്ക് അത്യാവശ്യം എരിവുണ്ടാവും. പിന്നെ മുളക് പൊടിയും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ടേസ്റ്റ് നല്ല ടേസ്റ്റാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും കറിക്ക്. അപ്പത്തിനും ചപ്പാത്തിക്കും പൂരിക്കും എല്ലാത്തിനും പറ്റുന്ന കറിയാണ്. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് തിളപ്പിക്കുന്നുണ്ട്. നമുക്ക് ഗ്രേവി നല്ലോണം വേണമെങ്കിൽ കുറച്ചുകൂടി വെള്ളം ചേർക്കാം. പിന്നെ പുഴുങ്ങി തൊലിയൊക്കെ കളഞ്ഞ് വെച്ചിരിക്കുന്ന കാടമുട്ട ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കുക. അവസാനമായിട്ട് ഉപ്പും കൂടി നോക്കുക, ആവശ്യത്തിന് വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക. പിന്നെ കുരുമുളക് പൊടി വേണമെങ്കിലും കുറച്ച് മേലെ ഒന്ന് തൂവി കൊടുക്കാം. പിന്നെ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ കേട്ടോ. എല്ലാവരും